ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടിൽ ഇപ്പോൾ ഒരു വലിയൊരു പോരാട്ടമാണ് നടക്കുന്നത്. ഇന്ദ്രനെ അറിയാം താൻ ഈ ഒരു കേസിൽ തോറ്റുപോയി, ഇനി എനിക്ക് രക്ഷയില്ല, ഞാൻ പല്ലവിയുടെയും സേതുവിൻ്റെ മുന്നിൽ തോറ്റുപോയി എന്ന് ഇന്ദ്രൻ മനസ്സിലാക്കി. എന്നാൽ അങ്ങനെ ഇന്ദ്രൻ തോറ്റപ്പോൾ ഇന്ദ്രനെ തോൽപ്പിക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയ വിശ്വയെ ഇന്ദ്രൻ വെറുതെ വിടോ? ഒരിക്കലുമില്ല. അങ്ങനെ ഇനി വിശ്വയെ കൊല്ലാനായിട്ടാണ് ഇന്ദ്രൻ ശ്രമിക്കുന്നത്. എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ വലിയൊരു പോരാട്ടമാണ് അവർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഒരു സങ്കടം തന്നെയായിരുന്നു വിശ്വയ്ക്ക്. ദൈവമേ ഇനി എന്ത് ചെയ്യും? ആ ഒരു വീട്ടിൽ വിഷു ആഘോഷം നടക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ്. നമ്മുടെ പൊന്നുമടത്തിലും എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ ഒരു വിഷു ആഘോഷം നടത്താനായിട്ട് തീരുമാനിക്കുമ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിൽ ഇന്ദ്രൻ ഭയങ്കര ടെൻഷനിലാണ്. രാജലക്ഷ്മി ഇന്ദ്രനോട് പറയുന്നുണ്ട്, ഇന്ദ്ര എന്തായാലും വിഷു അല്ലേ, നമുക്ക് വിഷു കണിയൊക്കെ ഒരുക്കണ്ടേ, നീ ഇങ്ങനെ കിടന്നാൽ എന്താ, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് കിടന്നാൽ എന്താ? എന്നാൽ വിഷു അല്ലമ്മേ ഇവിടെ നടക്കാൻ പോകുന്നത്, ഒരു മരണമായിരിക്കും നടക്കാൻ പോകുന്നത്. ആ കോടതിയിൽ ഞാൻ ജയിക്കേണ്ടതായിരുന്നു. വിശ്വ വരാതിരുന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ജയിച്ചേനെ. എന്നാൽ വിശ്വ വന്നതിന്റെ പേരിലാണ് ഞാൻ ഈ ഒരു കേസിൽ തോറ്റുപോയത്. അതുകൊണ്ട് ഞാൻ വെറുതെ വിടത്തില്ല, ഞാൻ ഉറപ്പായിട്ടും അവനെ ഞാൻ കൊന്നിരിക്കും, അവന്റെ ശവം ഇവിടെ വീണിരിക്കുമെന്ന് ഇന്ദ്രൻ ഇങ്ങനെ മുറവിളി കൂട്ടുമ്പോൾ രാജലക്ഷ്മിക്ക് പേടി. രാജലക്ഷ്മിക്ക് അറിയാം ഇത് തെറ്റാണ് എന്ന്. രാജലക്ഷ്മി ഇപ്പോഴും ഇന്ദ്രനെ സപ്പോർട്ട് ചെയ്തുമാണ് സംസാരിക്കുന്നത്. രാജലക്ഷ്മി പറഞ്ഞത് വിശ്വ ചെയ്തത് തെറ്റായി പോയി, പക്ഷേ അവനോടൊന്ന് ക്ഷമിച്ചൂടെ, അവനെ കൊല്ലാനൊന്നും നിൽക്കണ്ട, അവനെ ഒന്ന് അടിച്ച് ഒരുപാട് വഴക്ക് പറഞ്ഞോ നീ കുഴപ്പമില്ല, ഒരുപാട് ചീത്ത പറഞ്ഞോ കുഴപ്പമില്ല, പക്ഷെ വേറെ ഒന്നും ചെയ്യരുതേ എന്നൊക്കെ രാജലക്ഷ്മി പറഞ്ഞു. പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് ഇന്ദ്രൻ തയ്യാറല്ല. വിശ്വയെ കൊല്ലുമെന്നുള്ളൊരു വാശി തന്നെയാണ് ഇന്ദ്രന്റെ മനസ്സിൽ. ഈ സമയത്ത് പൊന്നുമടത്തില് വിഷു ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് വിഷുക്കണി ഒരുക്കുന്നതും അടുത്ത് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ഒത്തൊരുമയോടുകൂടിയാണ് എല്ലാവരും നിന്ന് ചെയ്യുന്നത്. സേതുവിന് ഒരുപാട് സന്തോഷമാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് സേതു ഇതുപോലെ എല്ലാവർക്കും ഒപ്പം നിന്ന് വിഷു ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ ഒരു സന്തോഷവും അവിടെ സേതുവിൻ്റെ മനസ്സിലുണ്ട്. എല്ലാവരും ഒരുമിച്ച് നിന്ന് വിഷുക്കണി ഒരുക്കി എല്ലാം ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതിനിടയിൽ പല്ലവിയോട് സേതു ഓരോ കാര്യങ്ങൾ വന്ന് പറയുകയും പിന്നെ അവരുടെ പ്രണയ നിമിഷങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്ന് വിഷുവൊക്കെ ഒരുക്കി രാവിലെ തന്നെ വിഷുക്കണി കാണാനായിട്ട് എല്ലാവരും റെഡി ആയിക്കോ എന്നൊക്കെ പൂർണിമ പറഞ്ഞു. ഇതിനിടയിൽ ഹരി ഒരു സ്ഥലത്തേക്ക് പോയി. എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ പുറത്തോട്ട് പോകുവാണ്. വരുമ്പോൾ പടക്കം മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹരി നേരെ പോകുന്ന ടൈമിൽ ഇന്ദ്രനും രാജലക്ഷ്മിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വയെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടു. ഇന്ദ്രനാണെങ്കിൽ പടക്കത്തിന്റെ ശബ്ദം എന്ന് കേൾക്കുന്നതേ അലർജിയാണ്, ഭയങ്കര ദേഷ്യമാണ്. അപ്പൊ ഇത് ആരാമേ ഈ പടക്കം ഇവിടെ വീടിന്റെ മുറ്റത്ത് കൊണ്ടിട്ട് പൊട്ടിക്കുന്നതെന്ന് ദേഷ്യപ്പെട്ട് ഇന്ദ്രൻ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. സത്യം പറഞ്ഞത് ഹരിയാണ്. ഹരി പടക്കവും പൊട്ടിച്ചുകൊണ്ട് പുറത്തെല്ലാം പടക്കം പൊട്ടിച്ചതിന് ശേഷം അകത്ത് കയറി വന്ന് ഞാനാടാ ഇന്ദ്ര, ഞാൻ ഹരിയാണെന്ന് പറയുകയും മാത്രമല്ല നീ ഈ കേസിൽ തോറ്റു കഴിഞ്ഞു, ഇനി നിനക്ക് എന്തായാലും രക്ഷപ്പെടാനായിട്ട് പറ്റത്തില്ല, നീ കേസിൽ തോറ്റു കഴിഞ്ഞു, ഇനി എന്തായാലും പല്ലവി ചേച്ചിയും സേതുവേട്ടനും ജയിച്ചു കഴിഞ്ഞു, കേസിന്റെ വിധി വരുമ്പോൾ അവർക്ക് അനുകൂലമായിട്ടായിരിക്കും വിധി വരാൻ പോകുന്നത്, നീ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു നാട് വിട്ട്, അല്ലെങ്കിൽ ഇനി എത്രയും പെട്ടെന്ന് നീ പല്ലവി ചേച്ചിയുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണം. ഇനി പല്ലവി ചേച്ചിയെയോ സേതുവേട്ടനെയോ ഉപദ്രവിക്കാനോ അവരെ വേദനിപ്പിക്കാനോ നീ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താന്ന് വെച്ചാൽ ഞാൻ അപ്പോ പറയാം. ഇതൊരു ഭീഷണിയായിട്ട് കരുതണ്ട, എന്തായാലും നിന്നോട് ഞാൻ ഒരു താക്കീത് നൽകാൻ വേണ്ടിയിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞ് ഹരി പോയി. മാത്രമല്ല ഈ വിഷു നല്ലതുപോലെ ആഘോഷിക്കുക, പായോസൊക്കെ വെച്ച് കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ടാണ് ഹരി പോയത്. എന്നാൽ ഈ ഒരു ഹരിയുടെ വരവും ഹരിയുടെ ആ ഒരു പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ മനസ്സിൽ ദൈവമേ ഇനി ഇന്ദ്രൻ പെട്ടെന്ന് ഹരിയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമോ, ഈ ഹരിയെ അടിക്കുക അല്ലെങ്കിൽ ഹരിയെ ഉപദ്രവിക്കുക എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. സാധാരണ അങ്ങനെയാണല്ലോ. പക്ഷെ അവിടെ അങ്ങനെയൊന്നും നടന്നില്ല. ഹരി നല്ല മാസ് ഡയലോഗൊക്കെ അടിച്ച് പുറത്തോട്ട് പോകുന്ന വഴിക്ക് ഒരു പടക്കമൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചിട്ട് പോയത്.
പക്ഷേ ഇന്ദ്രന്റെ മനസ്സിൽ ഹരി എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് പായസമൊക്കെ വെച്ച് കുടിക്കാനല്ലേ. പക്ഷെ മരണ വീട്ടിൽ എങ്ങനെയാണമ്മേ പായസം വെക്കാൻ പോകുന്നത്? വിശ്വ വരട്ടെ, വിശ്വ വരുമ്പോഴാണ് അവൻ ഇരിക്കാൻ പോകുന്നത്, അവൻ ഇന്ന് ഞാൻ പണി കൊടുക്കുമെന്നൊക്കെ വെല്ലുവിളിച്ചിട്ട് ഇന്ദ്രൻ അകത്തോട്ട് പോയി. അങ്ങനെ അവിടുത്തെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് രാജലക്ഷ്മിയും കണിയൊക്കെ ഒരുക്കി. രാവിലെ തന്നെ എല്ലാവരും അവിടെ പൂർണിമ സ്വാതിയുടെ കണ്ണു പൊത്തിക്കൊണ്ട് വന്നു, അച്ചു ഹരിയുടെ കണ്ണു പൊത്തിയും ഋതുവിന്റെ കണ്ണു പൊത്തിക്കൊണ്ട് കണി കാണാനായിട്ട് കൊണ്ടുവന്നത് ബേബി ചേച്ചിയാണ്. പല്ലവിയാണ് സേതുവിന്റെ കണ്ണും പൊത്തി കൊണ്ടുവന്നത്. അങ്ങനെ എല്ലാവരും നിരന്നു വന്നു നിന്നു, കണി കണ്ടു. കണി കണ്ടതിന് ശേഷം എല്ലാവർക്കും സേതു വിഷുക്കൈ നീട്ടം കൊടുത്തു. വിഷുക്കൈ നീട്ടം കൊടുക്കുക മാത്രമല്ല, ആദ്യം ഋതുവിനും കൈ നീട്ടം കൊടുത്തു. എന്നാൽ എനിക്കൊന്നും വേണ്ട എന്ന് ഋതു സേതുവിന്റെ മുഖത്തടിച്ചതുപോലെ സംസാരിച്ചു. എന്നാൽ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഈ ഒരു വിഷുവിന്റെ അന്ന് അങ്ങനെയൊന്നും പറയാൻ പാടില്ല, മുതിർന്നവരെ ബഹുമാനിക്കാനായിട്ട് പഠിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഋതു പൈസയൊക്കെ മേടിച്ചു. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് എല്ലാവർക്കും വിഷു ആശംസകളൊക്കെ പറഞ്ഞ് അങ്ങനെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാണ്. ഇതിനിടയിൽ അവിടെ പാറുവിന്റെ വീട്ടിലും വിഷുക്കൈ നീട്ടമൊക്കെ കൊടുത്തു. പാറുവിനും വിഷുക്കൈ നീട്ടമൊക്കെ കൊടുത്തു. വിഷുക്കണി കണ്ടു. അങ്ങനെ വിഷുക്കണിയൊക്കെ കണ്ടു നിൽക്കുന്ന സമയത്തായിരുന്നു പാറുവിന്റെ ഫോണിലോട്ട് ഒരു കോൾ വന്നത്. പെട്ടെന്ന് പാറു അതെടുത്തു. ഷാനിയാണെന്നും പറഞ്ഞ് ഫോൺ എടുത്ത് സംസാരിച്ചു. സത്യം പറഞ്ഞ വിഷു ആയിരുന്നു വിളിച്ചത്. വീടിന്റെ പുറത്തുണ്ടെന്നും എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നും വിഷു ആവശ്യപ്പെട്ടു. അങ്ങനെ ശരി, ഞാൻ അമ്പലത്തിൽ പോകുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് പാറു പതുക്കെ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ വിശ്വയാണ് വിളിച്ചതെന്ന് ശോഭയ്ക്ക് മനസ്സിലായി. അതിന്റെ പേരിൽ പാറുവിനോട് ചോദിച്ചുവെങ്കിൽ പോലും ഷാനിയാണ് വിളിച്ചത്, വിശ്വ അല്ല എന്ന് പറയുകയും അവർ തമ്മിൽ ചെറിയൊരു വഴക്കായി. അങ്ങനെ ഞാൻ അമ്പലത്തിൽ പോകുവാണെന്ന് പറഞ്ഞ് പാറു ഇറങ്ങിപ്പോയി. ഞാനും വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടിയാണ് പാറു ഇറങ്ങിപ്പോയത്. എന്നാൽ വിശ്വ ആയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് ശോഭയെ സമാധാനിച്ച് നിർത്തിയിരിക്കുവാണ് മാഷ്. അങ്ങനെ എല്ലായിടവും വിഷുക്കണി കാണുന്നതിനോടൊപ്പം തന്നെ ഇന്ദ്രന്റെ വീട്ടിലും ഇന്ദ്രനും വിഷുക്കണി കാണാൻ വേണ്ടിയിട്ട് പോകുവാണ്. രാജലക്ഷ്മി പതുക്കെ ഇന്ദ്രന്റെ കണ്ണ് പൊത്തി കൊണ്ട് വിഷുവൊക്കെ കാണിച്ചു, കണിയൊക്കെ കാണിച്ചു. അങ്ങനെ കണി കണ്ടതിന് ശേഷം കൈനീട്ടമൊക്കെ കൊടുത്തു. എന്നിട്ട് വിഷു എവിടെയെന്ന് ചോദിക്കുമ്പോൾ വിഷു വന്നിട്ടില്ല. എന്നാൽ വിഷു ആയിട്ട് വേറെ ഒരു പ്രശ്നങ്ങളും നീയായിട്ട് ഉണ്ടാക്കരുത്, സന്തോഷത്തോടെ ജീവിച്ചു പോകാം നമുക്ക് എന്നൊക്കെ പറയുമ്പോഴും അതൊന്നും കേൾക്കാനായിട്ട് ഇന്ദ്രൻ തയ്യാറല്ല. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? എന്തായാലും വിഷുയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുവാണ് ഇന്ദ്രൻ. ഈ ഒരു ഭീഷണി അവസാനം ഒരു മരണത്തിലേക്ക് എത്തുമോ? അതായത് വിശ്വയെ ഇന്ദ്രൻ കൊല്ലുമോ? ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? പല്ലവിയുടെയും സേതുവിന്റെയും ആഗ്രഹം പോലെ അവരുടെ വിവാഹം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.